വാസ്തവത്തിൽ ഈ ഇതൊരു നാച്ചുറൽ പ്രോസസ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റിൽ പ്രതിപക്ഷ നേതാവുക, നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ മുന്നണിയെയും വിജയത്തിലേക്ക് കൊണ്ടുപോവുക, അതിൻ്റെ സ്ട്രാറ്റജി അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് UDF ക്രാഫ്റ്റഡ് വിക്ടറി അല്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ വലിയൊരു സ്ട്രാറ്റജി ഒന്നും UDF ഉണ്ടായിരുന്നില്ല. ഇത് നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ കൊടുത്ത സമ്മാനമാണ്. പക്ഷേ ഒരു ഒരു ലോജിക്കൽ പ്രോസസ്സ് എന്ന രീതിയിൽ VD സതീശനാവണം. അങ്ങനെ മാറ്റാൻ വേണമെങ്കിൽ, പക്ഷെ അതിന് റീസൺ വേണം. എന്തിന് മാറ്റണം അല്ലേ? എന്തിന് VD സതീശൻ എന്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലേ? പബ്ലിക്കിനെ അറിയിക്കാൻ ബാധ്യതയുണ്ട്. അതാണ് ലീഗ് എടുത്തൊരു നിലപാട്. അങ്ങനെയാണ്. ഇപ്പം ഇത് സതീശൻ UDF ചെയർമാനാണ്, പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ നാച്ചുറൽ കോഴ്സിൽ വരേണ്ടതാണ്. അങ്ങനെ വരാതിരിക്കാം. പക്ഷെ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഒരു കാരണം പറയണ്ടേ? എന്തുകൊണ്ട് സതീശനെ മാറ്റി മറ്റൊരാൾ, അത് ആരോ ആയിക്കോട്ടെ, സതീശനെ മാറ്റി വേറൊരാളെ കൊണ്ടുവരികയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ പ്രറോഗേറ്റീവാണ്. അവരാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡാണോ തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ലെജിസ്ലേച്ചർ പാർട്ടിയാണോ തീരുമാനിക്കേണ്ടത്? ആര് തീരുമാനം എടുത്തു കഴിഞ്ഞാലും അതിന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു കാരണം ബോധ്യം. പക്ഷേ അങ്ങനത്തെ പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഒക്കെ കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ?